ക്ലാരടുത്ത് എന്തിയെ? അകത്തുണ്ട് മുതലാളി. ഒന്ന് വിളിച്ചേ. എന്നെ മുതലാളി? നിങ്ങൾ രണ്ടുപേരോടും കൂടി പറയേണ്ട കാര്യ അതിനാ വിളിപ്പിച്ചത്. ഇവിടെ ആരെ അന്വേഷിച്ചു വന്നാലും അതിനി പോലീസുകാരായാലും പൂജ എന്നൊരു പെൺകുട്ടിയെ നമുക്കറിയേയില്ല. അവളവിടെ വന്നിട്ടുമില്ല, നമ്മൾ അവളെ കണ്ടിട്ടുമില്ല. ഞാൻ പറഞ്ഞ എന്താണെന്ന് മനസ്സിലായോ? ആ കൊച്ചിന് വല്ലതും പറ്റിയോ മുതലാളി? ആ കൊച്ചിനല്ല പറ്റാൻ പോകുന്നത്, നമുക്കാ. ഭാരിച്ച കാര്യങ്ങളൊന്നും ക്ലാരടുത്ത് അന്വേഷിക്കണ്ട. വലിയ സത്യസന്ധ ആവാൻ പോയാ ആയുഷ്കാലം അകത്ത് കയറി കിടന്ന് ഉണ്ട തിന്നേണ്ടി വരും. നിങ്ങളെ മാത്രമല്ല, നമ്മളെല്ലാവരും. പോലീസാണെങ്കിൽ തിരിച്ചും മറിച്ചും ചോദിച്ചെന്ന് വരും. നമ്മൾ കമാന്നൊരക്ഷരം വിട്ടു പറയരുത്. പൂജയോ? അതാരാ? അമ്പലത്തിൽ പൂജയാണോ? കേൾക്കുന്നവർക്ക് അങ്ങനെ തോന്നണം നമ്മൾ വളരെ നിഷ്കളങ്കരാണെന്ന്. ഇപ്പൊ എല്ലാം മനസ്സിലായല്ലോ. ക്ലാരടുത്ത് ചെല്ല്. ഇവരെ സൂക്ഷിക്കണം. ദുർബല ഹൃദയ. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചോദിച്ചാ എല്ലാം തുറന്നങ്ങ് പറഞ്ഞു കളയും. അത് മുതലാളി എനിക്ക് വിട്ടേക്ക്, ഞാൻ ക്ലാസ് എടുത്തോളാം. പിന്നെ തന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നാ മുതലാളി? താൻ ആ ചെവി തന്നെ. മുതലാളി ധൈര്യമായിട്ടിരിക്കെ, അത് ഞാൻ ഏറ്റു. ഹലോ. ആ സാർ പറയും. ഇവിടെ താനിത് എവിടെയാ? ഞാനിവിടെ ഹൈ റേഞ്ചിലുണ്ട് സാർ. താനെന്താ ഇവിടെ മഞ്ഞുകൊള്ളാൻ പോയതാണോ? അല്ല സാർ, ഇവിടെ രണ്ട് മുതലാളിമാരുണ്ടല്ലോ, ആ ലൂയിസും നമ്പടിയും. ഇപ്പോൾ അവരെ ചുറ്റിപ്പറ്റി അന്വേഷണം നടക്കുന്നത്. അന്വേഷണം നടക്കുന്നു എന്നല്ലാതെ പ്രയോജനമൊന്നുമില്ലല്ലോ.